പണ്ട് പണ്ട് വയലുകളും പുഴകളും നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു പൂമ്പാറ്റ ഗ്രാമം. അവിടെ ഓലമേഞ്ഞ ഒരു ചെറിയ വീട്ടിലായിരുന്നു അപ്പു എന്ന കൊച്ചുകുട്ടി താമസിച്ചിരുന്നത്. അപ്പുവിന് ഏറ്റവും ഇഷ്ടം ഗ്രാമത്തിലെ പോസ്റ്റ്മാൻ ശങ്കരേട്ടനെ കാണുന്നതായിരുന്നു. കാരണം ശങ്കരേട്ടൻ വരുന്നത് പഴയ ഒരു കറുത്ത സൈക്കിളിലായിരുന്നു. ടിങ് ടിങ് എന്ന് ബെല്ലടിച്ച് ശങ്കരേട്ടൻ പാടവരമ്പിലൂടെ പോകുന്നത് കാണാൻ എന്ത് രസമാണെന്നോ. ഒരു ദിവസം അപ്പു അച്ഛനോട് പറഞ്ഞു, "അച്ഛാ, എനിക്കും അതുപോലെ സൈക്കിൾ ഓടിക്കണം." അപ്പുവിന്റെ ആഗ്രഹം കേട്ട് അച്ഛൻ പുഞ്ചിരിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അച്ഛൻ അപ്പുവിനായി മനോഹരമായ തിളങ്ങുന്ന ചുവന്ന നിറമുള്ള ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തു. അപ്പുവിന് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യായിരുന്നു. അവൻ സൈക്കിളിന്റെ ഹാൻഡിലിൽ തൊട്ടുനോക്കി. പിറ്റേന്ന് രാവിലെ തന്നെ അപ്പു സൈക്കിൾ പഠിക്കാൻ തുടങ്ങി. വീടിന്റെ മുറ്റത്ത് അച്ഛൻ സൈക്കിളിന്റെ പുറകിൽ പിടിച്ചു. അപ്പു സീറ്റിൽ കയറിയിരുന്നു. ആദ്യം പെഡൽ ചവിട്ടിയപ്പോ സൈക്കിൾ ആകെ ഒന്ന് ആടി ഉലഞ്ഞു. അപ്പു പേടിച്ചുപോയി. അവൻ വേച്ചു മുന്നോട്ടു പോയെങ്കിലും അച്ഛൻ കൈവിട്ടതും ധും എന്ന് പറഞ്ഞ് അപ്പു ചെളിയിലേക്ക് വീണു. അവന് വലിയ സങ്കടം വന്നു. മുട്ടിൽ ചെറിയൊരു പോറലും പറ്റി. അവൻ സൈക്കിൾ അവിടെയിട്ട് തിണ്ണയിൽ പോയി ഇരുന്നു. അപ്പോൾ മുറ്റത്തെ മാവിലിരുന്ന ഒരു ചെറിയ അണ്ണാറക്കണ്ണൻ ചിൽ ചിൽ എന്ന് ശബ്ദമുണ്ടാക്കി അപ്പുവിനെ കളിയാക്കുന്നതുപോലെ തോന്നി. അത് കേട്ടപ്പോ അപ്പുവിന് വാശിയായി. "ഞാൻ തോൽക്കില്ല," അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് പൊടിയൊക്കെ തട്ടി വീണ്ടും സൈക്കിളിന്റെ അടുത്തേക്ക് പോയി. ഇത്തവണ അവൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചു. അച്ഛൻ പറഞ്ഞു, "പേടിക്കണ്ട അപ്പു, നേരെ നോക്കി ചവിട്ടു." അപ്പു ദൂരെയുള്ള വലിയ ആൽമരത്തെ നോക്കി പെഡൽ ചവിട്ടി. കുറച്ചു ദൂരം അച്ഛൻ കൂടെ ഓടി. പെട്ടെന്ന് അച്ഛൻ കൈവിട്ടു. അപ്പു അറിഞ്ഞില്ല. അവൻ കാറ്റിലൂടെ ഒഴുകുന്നതുപോലെ മുന്നോട്ടു നീങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അച്ഛൻ ദൂരെ നിൽക്കുന്നത് കണ്ടത്. "ഹായ്, ഞാൻ ഓടിക്കുന്നു!" അപ്പു ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു. ഗ്രാമത്തിലെ കുട്ടികൾ അപ്പുവിന്റെ പിന്നാലെ ഓടി. വയലിലെ കിളികൾ അവനുവേണ്ടി പാട്ടുപാടി. അങ്ങനെ പൂമ്പാറ്റ ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ അപ്പു രാജാവിനെ പോലെ സൈക്കിൾ ഓടിച്ചു നടന്നു. തോൽക്കാൻ മനസ്സില്ലാത്ത അപ്പുവിന്റെ കഥ ഇന്നും ആ ഗ്രാമത്തിൽ മുത്തശ്ശിമാർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കാറുണ്ട്. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ അമർത്തിയാൽ പുതിയ കഥകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഏതുതരം കഥകളാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യൂ.